ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള തലവര ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തേനോ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ, ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണം. കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ, ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ, കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്തിയടാ? രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് ചെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിന് ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അവൻ വിചാരിക്കണ പോലെ നീയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. എന്നാ എന്റെ നെഞ്ചത്തോട്ട് വേണ്ട. ഇടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടത്തെ എസ്എച്ച്ഒ ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ജിസ്റ്റോയ് മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ എന്തായിരിക്കും എന്നുള്ളത്. കഥ തന്നെ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിർത്തിയിട്ടുള്ളത്. ഈ ബിജു മേനോനും ഈ ആസിഫ് അലിയും ഒരു ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ ഫ്ലാഷ് നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലം മൂവി ആയിക്കട്ടെ. അപ്പോൾ 24-ാം തീയതിയാണ് റിലീസിങ് ഡേറ്റ് ഓർത്ത് ഒരു കിടിലം മൂവി ആയിക്കട്ടെ. ഒരു